കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി അരിഞ്ഞെടുത്തതാണ്. വെയിറ്റ് നോക്കിയില്ല. ഒരു 10-18 മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ഉണക്കാനാണ്. നമുക്ക് ഇനിയിപ്പോൾ വർഷക്കാലത്തേക്ക് നമുക്ക് മാങ്ങ ഉണക്കി വെച്ചാൽ നമുക്കത് വർഷക്കാലത്ത് എടുക്കാമല്ലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാങ്ങ നമ്മൾ ഇന്നലെ വൈകുന്നേരം അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഇന്ന് ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് ഉണക്കാനിടാം. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണക്കാനിട്ടാൽ മതി കേട്ടോ. ഉപ്പ് പിടിച്ചിട്ട് ഇടാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിൽ നന്നായിട്ടില്ല, മഴക്കാറുണ്ട്. നമ്മൾ മാങ്ങ വെയിലത്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം കുറേ നേരം ഒന്നും വെച്ചേക്കാൻ പാടില്ല. കല്ലുപ്പിടണ്ട കേട്ടോ, പൊടി ഉപ്പിട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ വെയിലത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെച്ചാൽ മതി. അത് നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുളിരസം മുഴുവനും നമ്മുടെ മാങ്ങയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് കാരണം കൊണ്ട് നമ്മൾ വേഗം തന്നെ വെയിലത്തെടുത്തിടാം. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ മാങ്ങ നമ്മൾ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ദിവസം ഞാൻ ഉണക്കിയിട്ടുണ്ട് കേട്ടോ. 3 ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് മാങ്ങ ഉണക്കി വെച്ച് നോക്കും. നമുക്കൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനുള്ള സമയമാണ്. ഈ കൊല്ലം മാങ്ങ കുറവായിരുന്നാലും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ചൊക്കെ എടുത്ത് ഉണക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.